ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും കേന്ദ്ര കഥാപാത്രമായി എത്തി പ്രണേഷ് വിജയൻ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രം പെറ്റ് ഡിറ്റക്റ്റീവ്. ചലച്ചിത്രം ഇപ്പോൾ C5-ൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് നേരെ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥ കേട്ടു നോക്കിയാലോ. കഥ ആരംഭിക്കുന്നത് 2008 മെക്സിക്കോയിലാണ്. അലൂല ഇന്റർനാഷണൽ എന്ന പേരിൽ ജോസ് അലൂല എന്ന വ്യക്തി അവിടെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തിയിരുന്നു. ആള് മലയാളിയാണ്. ആ സമയത്താണ് അവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലായ മുണ്ടക് സേംബായെ പറ്റി വിവരം ജോസ് അലൂലയ്ക്ക് കിട്ടുന്നത്. അവിടുത്തെ മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണ് അയാൾ. DEAയും FBI-യും ഇന്റർപോളും അടക്കം തിരഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അണ്ടർവേൾഡ് ക്രിമിനൽ. ഇതുവരെ അയാളുടെ ഒരു ഫോട്ടോ പോലും ആരുടെയും പക്കലില്ല. വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ജോസ് അലൂല ആ ഇടത്തേക്ക് പുറപ്പെട്ടു. ഒരേ ഒരു ലക്ഷ്യം മാത്രം, മുണ്ടക് സേംബായുടെ ഫോട്ടോ എടുക്കണം. ഒടുവിൽ അലൂലയ്ക്ക് അത് കഴിഞ്ഞു. മുണ്ടക് സേംബായി അവിടെത്തി ഒരു കൊലപാതകം നടത്തി തിരിയുമ്പോ ജോസ് അലൂല അയാളുടെ ഫോട്ടോ പകർത്തി. സേംബായും അന്ന് അലൂലയെ നേരിട്ട് കണ്ടിരുന്നു. മുണ്ടക് സേംബായാണ് കണ്ടിരിക്കുന്നത്. ജീവൻ അപകടത്തിലാകും എന്ന് ഭയന്ന അലൂല ഉടൻ നാടുപിടിച്ചു. അയാൾ കേരളത്തിലെത്തി സെറ്റിൽ ചെയ്തു. പക്ഷേ ഇതേ സമയം മെക്സിക്കോയിൽ മുണ്ടക് ഗ്യാങ്ങിനെതിരെയും വലിയ തിരിച്ചടികൾ ഉണ്ടായി. പിന്നീട് പീറ്റർ മുണ്ടക് സേംബായെ മറ്റാരും കണ്ടിട്ടേയില്ല. ജോസ് അലൂല കേരളത്തിൽ ജീവിക്കുമ്പോഴും ഇപ്പോഴും പേടിക്കുന്നത് സേംബായെ ആകെ നേരിട്ട് കണ്ടിട്ടുള്ള അയാളെ തേടി മുണ്ടക് സേംബായി എത്തുമെന്നാണ്. കേരളത്തിലെത്തി ജീവിക്കാൻ ജോസ് അലൂല ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങി. മെക്സിക്കോയിലെ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഡിറ്റക്റ്റീവുകൾക്ക് വല്ല ജോലിയുമുണ്ടോ? ഒരു കേസ് പോലും കിട്ടാതെ ഏജൻസി അടച്ചുപൂട്ടപ്പെട്ടു. ശേഷം ജോസ് അലൂല സാംബായുടെ തിരോധാനം എന്ന പേരിൽ അനുഭവങ്ങളും കുറച്ചെരിവും പൊളിയും ഒക്കെ ചേർത്ത് ഒരു നോവലങ്ങ് എഴുതാൻ തുടങ്ങി. ഇതിനിടയിൽ ജീവിതവും മുമ്പോട്ടേക്ക് പോയി. ജോസിന്റെ മകൻ ടോണിയും വളർന്നു വന്നു. ടോണിക്ക് ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പ്രണയിനിയായ കൈകേയുടെ അപ്പന് ഒരേ ഒരു നിർബന്ധമാണ് ഉണ്ടായിരുന്നത്. ടോണി ഏതെങ്കിലും ഫോഴ്സിലുണ്ടെങ്കിലേ കൈകേയെ അവന് വിവാഹം ചെയ്തു കൊടുക്കൂ. പക്ഷേ ടോണി വളർന്നിട്ടും അവനൊരു ജോലിയിലും എത്തിപ്പെടാൻ പറ്റിയില്ല. ഒടുവിൽ അപ്പന്റെ അലൂല ഇന്റർനാഷണൽ എന്ന ഡിറ്റക്റ്റീവ് ഏജൻസി ടോണി ഏറ്റെടുത്തു. നിലവിൽ അവനത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇടയ്ക്ക് കൈകേയെ കാണാൻ ടോണി അവളുടെ ഫ്ളാറ്റിൽ പോകും. ആരും കാണാതെ കടന്നു കയറിയൊക്കെയാണ് എത്തുക. ടോണി ഇങ്ങനെ എവിടെയും എത്തിപ്പെടാതെ തുടരുന്നതിൽ കൈകേയ്ക്ക് പരാതിയുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവർ അന്ന് വഴക്കടിച്ചു. ഇതേസമയം നഗരത്തിലെ പോർട്ടിൽ മക്ബൂൽ എന്ന വ്യക്തി സിൽവ എന്ന തന്റെ കൂട്ടാളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. മക്ബൂല് കാറിലിരുന്ന് മകളെ ഫോൺ വിളിച്ച് സംസാരിച്ചു. മക്ബൂലിന് മകളെന്ന് പറഞ്ഞാൽ ജീവനാണ്. വൈകാതെ സിൽവ വന്നെത്തി. കയ്യിൽ ഒരു പെട്ടിയുമുണ്ട്. എന്താ വൈകിയത് എന്നൊക്കെ മക്ബൂല് ചോദിക്കുമ്പോ ക്യാപ്റ്റന്റെ കണ്ണുവെട്ടിച്ചല്ലേ പുറത്തു കിടക്കാൻ പറ്റൂ എന്ന മട്ടിലായിരുന്നു സിൽവയുടെ മറുപടി. പോകുന്ന വഴിക്ക് ആ പെട്ടിയിലുള്ള വസ്തുവിനെ പറ്റി സിൽവ സംസാരിച്ചു. 30 കോടിയുടെ എന്തോ കള്ളക്കടത്താണ് നടത്തുന്നത്. അതിന് തുല്യമായ വസ്തു ആ പെട്ടിയിലുണ്ട്. അത് അവർക്ക് എത്തിക്കേണ്ടയിടത്ത് എത്തിച്ചാൽ 50,000 രൂപ കിട്ടും. പക്ഷെ അത് മറിച്ചാൽ മൂന്നാറിൽ എത്തിച്ചു കൊടുത്താൽ 1 കോടി രൂപയോളം അവർക്ക് ലാഭമുണ്ട്. അത്തരത്തിൽ പ്രവർത്തിച്ചാലോ എന്ന് സിൽവ മക്ബൂലിനോട് ചോദിച്ചു. പക്ഷേ കേസൊക്കെ ഒതുക്കി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയ മക്ബൂലിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതോടെ സിൽവയും ഒന്നടങ്ങി. സിഗരറ്റ് തീർന്നതുകൊണ്ട് പോകുന്ന വഴിയിൽ അവര് കാറ് നിർത്തി. മക്ബൂല് സിഗരറ്റ് വാങ്ങാൻ കയറി. സഭാപതി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയായിരുന്നു അവരാ ജോലി ചെയ്യുന്നത്. പുറം ലോകത്തിന് മുമ്പിൽ സഭാപതി വലിയ കാറ്ററിംഗും ഹോട്ടലും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ്. പക്ഷെ അയാളുടെ പ്രധാന ബിസിനസ് സ്മഗ്ലിംഗ് ആയിരുന്നു. മക്ബൂല് സിഗരറ്റ് വാങ്ങാൻ നിൽക്കെ സിൽവ അജ്ഞാതനായ ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. അയാളാണ് സിൽവയോട് കടത്തുവസ്തു മൂന്നാർക്ക് കടത്താനും അതുവഴി ലാഭം നേടാമെന്നുമൊക്കെ ഉപദേശിച്ചത്. സിൽവ മക്ബൂലിനെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും മക്ബൂൽ സമ്മതിച്ചില്ലല്ലോ. അക്കാര്യം വിളിക്കുന്ന അജ്ഞാതനോട് സിൽവ വിശദീകരിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടിയിൽ കുറച്ച് ഗുണ്ടകൾ എത്തിയത്. അവർ സിൽവയെയും സംഘത്തെയും ആക്രമിക്കാൻ ആരംഭിച്ചു. അവരുടെ ലക്ഷ്യം ആ കള്ളക്കടത്ത് വസ്തുവാണ് എന്ന കാര്യം വ്യക്തമാണ്. മക്ബൂൽ അത് കണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. പക്ഷെ മക്ബൂലിനെ അവർ അടിച്ചു വീഴ്ത്തി. സിൽവ വേഗത്തിൽ കാറെടുത്ത് അവിടെ നിന്നും മുമ്പോട്ടേക്ക് പാഞ്ഞു. കഥ അവിടെ നിന്നും ദിൽരാജ് എന്ന മധ്യവയസ്കനിലേക്ക് തിരിയുന്നു. ദിൽരാജ് ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന ഒരു പാവം ഭർത്താവാണ്. ഭാര്യ ചെയ്യേണ്ടുന്ന ജോലികളൊക്കെ തലേന്ന് രാത്രി വാട്സപ്പ് അയച്ചു വെക്കും. പുലർച്ചെ തന്നെ അയാൾക്ക് അതൊക്കെ ചെയ്യേണ്ടി വരും. ആ കൂട്ടത്തിൽ കണ്ണനെന്ന് അയാളുടെ ഭാര്യ വിളിക്കുന്ന അവരുടെ വളർത്തുനായിയെ പരിപാലിക്കേണ്ടുന്ന ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. കണ്ണനെ നോക്കാൻ ദിൽരാജ് മുറിയിലെത്തി. നോക്കുമ്പോ കണ്ണൻ മിസ്സിംഗ് ആണ്. ദിൽരാജ് ഭാര്യയുടെ പേര് ഉറക്കെ വിളിച്ച് കണ്ണൻ മിസ്സിംഗ് ആണെന്ന കാര്യം പറഞ്ഞു. അത് കേട്ടതും അയാളുടെ ഭാര്യ വലിയ തോതിൽ അലറാൻ തുടങ്ങി. അതേ ഫ്ളാറ്റിലായിരുന്നു അതേസമയം കൈകേയും ടോണിയും നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. വൈകാതെ ദിൽരാജിന്റെയും ഭാര്യയുടെയും ഫ്ളാറ്റിലേക്ക് അവിടുത്തെ സെക്യൂരിറ്റിക്കാരും അയൽവക്കക്കാരനായ കൈകേയുടെ അച്ഛനും എത്തി. ആ ഫ്ളാറ്റിലെ CCTV വർക്കിംഗ് അല്ല. അതിന്റെ പേരിൽ ദിൽരാജിന്റെ ഭാര്യ വലിയ ബഹളം കൂട്ടുന്നുണ്ട്. ഒടുവിൽ കണ്ണനെ കണ്ടെത്താമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോയി. ദിൽരാജിനെയും കണ്ണനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഭാര്യ ഓടിച്ചു വിട്ടു.
മറുവശത്ത് നഗരത്തിലാകട്ടെ ആക്രമിക്കാൻ വന്ന സംഘത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട സിൽവ വേഗത്തിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു. നേരത്തെ വിളിച്ച് അജ്ഞാതനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സിൽവ വിശദീകരിച്ചു. താൻ മൂന്നാർക്ക് തിരിക്കുകയാണ് എന്ന കാര്യവും പറഞ്ഞു. പിന്നാലെയായിരുന്നു അയാളുടെ കാറിന്റെ ചുറ്റി 2 ഡ്രോണുകൾ വന്നത്. പുറകെ നേരത്തെ ആക്രമിച്ച ആ വണ്ടിയും അതിലെ ആളുകളും എത്തി. ഡ്രോൺ ഉപയോഗിച്ച് സിൽവ കൊല ചെയ്യപ്പെട്ടു. കാർ അപകടത്തിൽപ്പെട്ടു. പിന്നാലെ ഫോളോ ചെയ്തു വന്ന വാഹനം നിന്നു. അതിൽ നിന്ന് ഷാജി എന്ന പേരുള്ള വ്യക്തി ഇറങ്ങി വന്നു. ഷാജിക്ക് വേണ്ടിയിരുന്നത് ആ കള്ളക്കടത്ത് വസ്തുവായിരുന്നു. അയാളത് കൈക്കലാക്കി. പിന്നാലെ തന്റെ ബോസായ യാക്കത്തലിയെ വിളിച്ചു സാധനം കിട്ടിയെന്നറിയിച്ചു. ഈ സമയം തകർന്ന ആ കാറിലേക്ക് അവിടെ എത്തിപ്പെട്ടിരുന്ന കണ്ണൻ എന്ന വളർത്തുനായ കയറുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ പതിവ് പോലെ ടോണി തന്റെ ഡിറ്റക്റ്റീവ് സ്ഥാപനത്തിലേക്ക് എത്തി. അവിടെ ഇരിക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വന്നു. സഹായത്തിനാണ് എന്ന മട്ടിൽ വലിയ അഹങ്കാരത്തോടെയായിരുന്നു ടോണി സംസാരിച്ചതും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ടോണി സ്റ്റേഷനിലെത്തി. ഹെഡ് കോൺസ്റ്റബിൾ ടോണിയോട് ഹൈവേയിൽ നടന്ന കൊലപാതകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ടോണി താൻ വലിയ എക്സ്പേർട്ട് ആണെന്ന മട്ടിൽ ആ കൊലപാതകം നടന്ന രീതിയെപ്പറ്റിയും ടിവിയിൽ കണ്ട കാര്യങ്ങൾ വെച്ച് ഡ്രോൺ ആക്രമണമാകാമെന്ന മട്ടിലുമൊക്കെ വിശദീകരിച്ചു. അപ്പോഴാണ് ഹെഡ് കോൺസ്റ്റബിൾ അവിടെ കിടന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയ കാര്യം പറഞ്ഞത്. ഉടൻ ടോണി പറഞ്ഞു വിസിറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ കൊലപാതകിയുടേതായിരിക്കും. ആ വിസിറ്റിംഗ് കാർഡ് ടോണിയുടെ കയ്യിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ കൊടുത്തു. അത് കണ്ടതിന് ടോണി ഞെട്ടിപ്പോയി. അതവന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ വിസിറ്റിംഗ് കാർഡാണ്. ടോണിയുടെ വിസിറ്റിംഗ് കാർഡ്. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നതോടെ ടോണി പറയാൻ തുടങ്ങി. പറയണ്ടല്ലോ, കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു. പിന്നാലെ ഹെഡ് കോൺസ്റ്റബിൾ SIയെ കാണുവാൻ ടോണിയെ പറഞ്ഞയച്ചു. SIയുടെ മുമ്പിലേക്ക് ടോണി എത്തിച്ചേരുകയാണ്. അവിടുത്തെ SI രജത് മേനോൻ എന്ന യുവാവായിരുന്നു. രജത്തും ടോണിയും സ്കൂൾ തൊട്ടേ പോട്ടിയായിട്ടുള്ളവരാണ്. സ്കൂൾ കാലം തൊട്ടേ കൈകേയിക്ക് വേണ്ടി അവർ അടികൂടുമായിരുന്നു. സ്കൂളിൽ വെച്ച് കലോത്സവ ടീമിനെ നയിക്കാൻ രജത് മേനോൻ അവസരം കിട്ടിയപ്പോ ടോണിക്കത് തീരെ പിടിച്ചില്ല. അപ്പോഴാണ് ടോണിയുടെ ഒരു കൂട്ടുകാരൻ അറിയാതെ നിക്കറിൽ മൂത്രമൊഴിച്ചു പോയത്. അവനെ പുറത്തേക്ക് പറഞ്ഞുവിട്ട ടോണി വെള്ളമെടുത്ത് രജത്തിന്റെ പാന്റിലേക്ക് ഒഴിച്ചു. പിന്നാലെ രജത്ത് മൂത്രമൊഴിച്ചു എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അതവിടെ ഒരു പ്രശ്നമായി. രജത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി. അന്നു മുതൽ അവരുള്ള പോട്ടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോണി മുറിയിലേക്ക് എത്തിയതും രജത്ത് ആവേശത്തോടെ സംസാരിച്ചു. അവനെ ഈ കേസിൽ കുടുക്കി അകത്തിടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ താൻ ആ സമയം അവിടെ ഇല്ലായിരുന്നു എന്നെനിക്ക് തെളിയിക്കാൻ പറ്റും എന്നായിരുന്നു ടോണിയുടെ മറുപടി. നീ പിന്നെ എവിടായിരുന്നു എന്നവൻ ചോദിച്ചപ്പോ ഞാൻ കൈകയുടെ ഒപ്പമായിരുന്നു എന്ന് ടോണി മറുപടി പറഞ്ഞു. രജത്ത് അത് കേട്ട് ഞെട്ടിയിരുന്നു. നീ എന്തിനാ ആ സമയത്ത് അവിടെ പോയത് എന്ന മട്ടിലൊക്കെ രജത്ത് ചോദിച്ചപ്പോ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യ എന്ന മട്ടിൽ പറഞ്ഞ ടോണി ഒഴിഞ്ഞു മാറി. ആ സമയം അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നു. കോൺസ്റ്റബിൾ പറഞ്ഞു ഹൈവേയിൽ നടന്ന ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ട കാറ് സഭാപതിയുടേതാണ്. കൊല്ലപ്പെട്ട സിൽവയുടെ കൂടെ ഉണ്ടായിരുന്ന മക്ബൂലിനെ കാണാനില്ല. പുറത്ത് സഭാപതിയുടെ ആളായ അർണോൾഡും മറ്റും വന്നു നിൽക്കുന്നുണ്ട്. അത് കേട്ടതും SI രജത് മേനോൻ ടോണിയോട് പൊക്കോളാൻ പറഞ്ഞു. നിന്നെ വിളിപ്പിക്കുമ്പോ വന്നോളണം എന്നും വലിയ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ടോണി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ സമയം അർണോൾഡ് ടോണിയെ കണ്ടിരുന്നു. ടോണി പുറത്തിറങ്ങി വരുമ്പോ അവിടെ കൂട്ടുകാരനും കൂടെ ജോലി ചെയ്യുന്നവനുമായ സനൂപ് എന്ന യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. സനൂപിനടുക്കൽ ടോണി പറഞ്ഞു ഹൈവേയിൽ നടന്ന ആക്സിഡന്റ് എടുത്ത് എന്റെ വിസിറ്റിംഗ് കാർഡ് എങ്ങനെയോ വന്നു. ആരാവോ അത് അവിടെ കൊണ്ടിട്ടത്. ഉടൻ സനൂപ് ഒന്ന് വരങ്ങി. കാര്യം എന്തെന്നാൽ ആ വിസിറ്റിംഗ് കാർഡ് അവിടെ വന്നത് സനൂപിന്റെ കയ്യിൽ നിന്നുമായിരുന്നു. സനൂപ് തലേന്ന് ഗേൾഫ്രണ്ടിനെയും കൂട്ടി ആ വഴി പാസ് ചെയ്യുമ്പോ അവിടെ കണ്ണൻ എന്ന ആ പട്ടിക്കുട്ടിയെ കണ്ടു. ആ പട്ടിക്കുട്ടിയെടുത്ത് ഗേൾഫ്രണ്ടിന് അവൻ ഗിഫ്റ്റ് ചെയ്തു. ആ സമയം പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് വീണുപോയതാണ്. കാര്യം മനസ്സിലാക്കിയ ടോണി അതിന്റെ പേരിൽ സനൂപിനെ കുറെ വഴക്ക് പറഞ്ഞു. സനൂപാകട്ടെ താനെടുത്ത ആ പട്ടിയുടെ ഫോട്ടോ ടോണിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കഥ അവിടെ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് തിരിയുന്നു. കാറിന്റെ സ്പെയർ പാർട്സുകളൊക്കെ ഒരുത്തൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ സമയം അതുവഴി ഒരു ലേഡി തന്റെ വളർത്തുനായുമായി വാക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ അത് പെട്ടു. അവനൊരു കെണി തയ്യാറാക്കി. തന്റെ പ്രത്യേക തരത്തിലുള്ള സൈക്കിൾ റിക്ഷ വാഹനവും എടുത്ത് അവൻ ആ പെണ്ണിന്റെയും പട്ടിയുടെയും അടുത്തേക്ക് ചെന്നു. അവനവരെ തട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം പുലർച്ചെ ടോണിയും അച്ഛനും പരിശീലനത്തിലാണ്. അമ്മ ജോലിക്കൊക്കെ പോയാണ് അവരുടെ കുടുംബം കഴിഞ്ഞുകൂടുന്നത് പോലും. ടോണി അങ്ങനെ ഇരിക്കുമ്പോ കൈകയുടെ ഒരു മെസ്സേജ് ടോണിക്ക് വന്നു. തലേന്ന് കാണാതായ കണ്ണൻ എന്ന ആ നായയുടെ മിസ്സിംഗ് പോസ്റ്റർ ആയിരുന്നു അത് കണ്ടതും ഇന്നലെ സനൂപ് പറഞ്ഞ അതേ നായയല്ലേ ഇത് എന്ന് ടോണിക്ക് തോന്നി. അത് മനസ്സിലായതും സനൂപിനെയും കൂട്ടി സനൂപിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന് ടോണി ആ നായയെ പൊക്കി. അതുമായി നേരെ കൈകയുടെ അടുത്തേക്ക് എത്തി. പിന്നാലെ ദിൽരാജിന്റെ ഫ്ളാറ്റിലേക്കും. തങ്ങൾ ഡിറ്റക്റ്റീവ്സ് ആണ് എന്ന മട്ടിൽ ടോണി പറഞ്ഞതും പെറ്റ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ദിൽരാജിന്റെ ഭാര്യ ഓടിയെത്തി. കണ്ണനെ അവർ സന്തോഷത്തോടെ വാങ്ങി. 1,00,000 രൂപയുടെ ചെക്കായിരുന്നു അവർക്കന്ന് പ്രതിഫലമായി കിട്ടിയത്. ആ തുക കണ്ട് അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടുന്നുണ്ട്. അതോടെ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയ ടോണി തന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി ഒരു പെറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി കൂടിയാക്കി മാറ്റി. ശേഷം അത്തരത്തിൽ കുറെ ജോലികളും അവരെ തേടിയെത്തി. അങ്ങനെയിരിക്കെയാണ് കൈകയുടെ ബർത്ത്ഡേ വന്നത്. ബർത്ത്ഡേക്ക് പോകുന്ന വഴിക്ക് ടോണിയുടെ കാർ
ബ്രേക്ക് ഡൗൺ ആയി. സമയം വൈകാതെത്താൻ അതുവഴി വന്ന ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് ടോണി അതിൽ കയറി. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന ഓട്ടോവായിരുന്നു. അതിലൊരു കുട്ടിയുടെ കയ്യിൽ കുറെ മീനിരിപ്പുണ്ടായിരുന്നു. ആ ഓട്ടോക്കാരൻ സുനി എന്ന വ്യക്തി ആ കുട്ടി അക്വേറിയത്തിൽ മീനിടണമെന്ന് പറഞ്ഞപ്പോ പൈസ വാങ്ങിക്കൊടുത്ത മീനാണ്. ഇറങ്ങേണ്ട ഇടമെത്തിയപ്പോ ടോണി അവിടെ ഇറങ്ങി. അതേ ഇടത്തായിരുന്നു മീനുമായുള്ള ആ കുട്ടിയും ഇറങ്ങിയത്. എന്തായാലും അന്ന് കൈകേയിക്കൊപ്പം ടോണി ബർത്ത്ഡേ ആഘോഷിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു വർക്ക്ഷോപ്പിന്റെ അടുത്ത് ഒരു കുട്ടി തന്റെ പെറ്റായ മുയൽ പോയ വഴിയിൽ അതിനെ നോക്കി പോവുകയായിരുന്നു. അവൻ ആ വർക്ക്ഷോപ്പിന്റെ അകത്തേക്ക് കയറി ചെന്നു. ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വ്യക്തി കുഴിച്ചു മൂടുന്നു. ആ സീരിയൽ കില്ലറും അത് കണ്ടു. അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നെത്തി അവനെ പിടികൂടി. അടുത്ത ദിവസം ടോണിയുടെ ഓഫീസിലേക്ക് രജത്തും മറ്റ് പോലീസുകാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ടോണിയുടെ മേൽ ഒരു കേസ് വന്നിട്ടുണ്ട്. ദിയ എന്ന പെൺകുട്ടിയെ പട്ടാപകൽ ടോണി തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. ദിയയുടെ ഫോട്ടോയും രജത്ത് കാണിച്ചു കൊടുത്തു. ടോണി ആ ഫോട്ടോ നോക്കി കണ്ടു. തലേന്ന് ഓട്ടോയിൽ മീനുമായിട്ടുണ്ടായിരുന്ന കുട്ടി. ഓട്ടോ സുനി പറഞ്ഞതിനനുസരിച്ച് ടോണിയാണ് അവളെ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വിട്ടത്. അതാണെങ്കിൽ CCTVയിലുമുണ്ട്. ആ കുട്ടി ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നു. അതുകൊണ്ട് തെളിവുകളൊക്കെ ടോണിക്കെതിരാണെന്നും ടോണിയെ പിടികൂടാനാണ് താൻ വന്നത് എന്നാണ് രജത്തിന്റെ വാദം. പക്ഷേ ടോണി മിസ്സിംഗ് നടന്നു എന്ന് പറയുന്ന സമയത്ത് താൻ കൈകേയിക്കൊപ്പം ഫ്ളാറ്റിലായിരുന്നു എന്ന കാര്യം രജത്തിനോട് പറയുകയാണ്. അത് കേട്ടതും രജത്തിന് വീണ്ടും പൊളിഞ്ഞു. ഒടുവില് ഞാൻ ഇക്കാര്യം കൈകേയോട് ചോദിച്ചുറപ്പിച്ചോളാം, അതിനുശേഷം ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞ് രജത്ത് തിരികെ പോവുകയാണ്. അന്ന് രാത്രിയിൽ ടോണിയും സനൂപും കൂടി ബാറിൽ പോയി മദ്യപിച്ചിരിക്കുകയാണ്. അവരുടെ സംസാരം ഓരോന്നോരോന്ന് പറഞ്ഞ് കാണാതായ ആ കുട്ടിയിലേക്ക് എത്തി, ദിയയിലേക്ക്. അവരുടെ സംസാരം തുടർന്നിരിക്കെ ടിവിയിൽ വാർത്ത വന്നു. കൊച്ചി നഗരത്തിൽ നടക്കുന്ന സ്മഗ്ലിങ്ങിനെ പറ്റിയുള്ള വാർത്തയാണ്. 10 ദിവസം മുമ്പ് കൊച്ചിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോടികൾ വില വരുന്ന അക്വേറിയം മീൻ എത്തിയിട്ടുണ്ട് എന്നതായിരുന്നു വാർത്ത. 3 മുതൽ 5 കോടി രൂപ വരെ വില വരുന്ന ഈ മീനിന്റെ പേര് പ്ലാറ്റിനം അരോവാന എന്നാണ്. ഈ മീൻ ഭാഗ്യം കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കള്ളക്കടത്ത് നടക്കുന്നതും. ആ വാർത്ത കണ്ടതും പെട്ടെന്ന് ടോണിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. ഇതേ പ്ലാറ്റിനം അരോവാനയായിരുന്നു കാണാതായ കുട്ടിയുടെ കയ്യിൽ ആ മീൻ ബോട്ടിലിൽ ഉണ്ടായിരുന്നത്. അതോടെ ടോണി പറഞ്ഞു, ആ കുട്ടിയെ പിടിച്ച ഈ ഫിഷ് നമ്മുടെ കയ്യിൽ കിട്ടും. ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഫിഷ് പിടിച്ച ഡിറ്റക്റ്റീവ്സ് ആയി നമ്മൾ മാറും, ഇന്റർനാഷണൽ ലെവൽ ഡിറ്റക്റ്റീവ്സ്. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയുടെ തിരോധാനം അന്വേഷിക്കണം എന്ന് ടോണി തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം പത്രപ്രവർത്തകരുടെ വേഷത്തിൽ അവർ ആ കുട്ടിയുടെ വീട്ടിലെത്തി. അപ്പോഴാണ് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. തട്ടിക്കൊണ്ട് പോകപ്പെട്ട ദിയ എന്ന പെൺകുട്ടി മക്ബൂലിന്റെ മകളാണ്. മക്ബൂൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ആ വീട്ടുകാർക്ക് പോലും അറിയില്ല. ദിയയുടെ ഉമ്മ കുട്ടിയെ കാണാതെ വലിയ വിഷമത്തിലാണ്. പോലീസുകാരും നല്ല രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്ന മട്ടിലാണ് അവരുടെ സംസാരം. വേദനയോടെ നിങ്ങളെങ്കിലും എന്റെ മകളെ കണ്ടുപിടിക്കൂ എന്ന മട്ടിൽ ആ സ്ത്രീ ചോദിച്ചപ്പോ ടോണിക്ക് മനസ്സലിവ് തോന്നി. മോൾക്കൊന്നും പറ്റില്ല എന്നുറപ്പ് പറഞ്ഞാണ് ടോണി അവിടെ നിന്ന് പോന്നത്. ടോണിയുടെ വരവും പോക്കുമൊക്കെ മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് വേഷം കെട്ടി ടോണിയും സനൂപും ഓട്ടോ സുനിയുടെ വീട്ടിലെത്തി. കഴിഞ്ഞ 2 ദിവസമായി മീനിന്റെ കാര്യം ചോദിച്ച് ഓരോരുത്തർ വന്ന് തല്ലുവാണെന്നും മറ്റും പറഞ്ഞ് ഓട്ടോ സുനി പേടിച്ചിരുന്നു. ഒടുവിൽ ഓട്ടോ സുനിയോട് കുട്ടിക്ക് കൊടുത്ത ആ മീൻ എവിടുന്ന കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ജോക്കുട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അക്വേറിയം ഫിഷ് ടോളിൽ കൊടുത്തേൽപ്പിച്ചെന്നും അവിടുന്ന് താൻ വാങ്ങിയതാണ് എന്നുമായിരുന്നു സുനിയുടെ മറുപടി. അതോടെ അവർ ജോക്കുട്ടനെ അന്വേഷിച്ചെത്തി. ജോക്കുട്ടൻ ഷാപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ജോക്കുട്ടനോട് ചോദിച്ചപ്പോ ജോക്കുട്ടനും കൂട്ടുകാരനും കൂടി ചേർന്ന് നാടൻ മീനെ തോർത്തുമുണ്ടുകൊണ്ട് പിടിച്ച് അത് ടോൾ പ്ലാസയിൽ ഏൽപ്പിച്ചതാണ് എന്ന കാര്യം അവൻ മനസ്സിലാക്കി. ഈ കുപ്പി മീനാണോ എന്ന് ചോദിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന മീനിന്റെയും കുപ്പിയുടെയും ഫോട്ടോ ജോക്കുട്ടനെ ടോണി കാണിച്ചു കൊടുത്തു. ജോക്കുട്ടൻ ആ കുപ്പി നോക്കി TT എന്നൊക്കെ എഴുതിയൊരു കുപ്പിയായിരുന്നു അത്. ഞാനിതൊന്നുമല്ല കൊടുത്തത് എന്ന് ജോക്കുട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. അതോടെ ടോണിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. ജോക്കുട്ടൻ ടോളിൽ കൊടുത്തത് നാടമ്മീനായ തുപ്പലാങ്കുടിച്ചയെയാണ്. പക്ഷേ സുനിയുടെ കയ്യിൽ കിട്ടിയതും സുനി കുട്ടിക്ക് കൊടുത്തതും പ്ലാറ്റിനം അരോവാനയെ. ടോൾ പ്ലാസയിൽ വെച്ചാണ് കുപ്പി മാറിപ്പോയിരിക്കുന്നത്. ടോണി അവിടെ പോയി അന്വേഷിച്ചു. അന്വേഷണത്തിൽ മറ്റൊരു കാര്യവും വ്യക്തമായി. ഷിഫ്റ്റ് മാറുമ്പോ ടോൾ പ്ലാസയിലിരിക്കുന്ന ആളും മാറും. അപ്പോൾ അങ്ങനെ കൊടുക്കാനേൽപ്പിച്ചിരുന്ന കുപ്പികൾ മാറിപ്പോയിരിക്കുന്നതാണ്. പിന്നീട് ടോണിയുടെ അന്വേഷണം TT എന്ന സിമ്പൽ കൊടുത്തിരിക്കുന്ന ആ കുപ്പിയെ പറ്റിയായി. TT എന്ന സിമ്പൽ ടോണിക്ക് മുമ്പ് കണ്ട് പരിചയമുള്ളതായിരുന്നു. ടോണിയോട് വലിയ ആലോചിച്ചെടുത്തു. സ്കൂളിൽ കൂടെ പഠിച്ച തിങ്കൾ തോമസ് ഇതുപോലെ ഊടായ്പ പരിപാടികൾക്കുള്ള വസ്തുക്കളൊക്കെ അവൻ ഉണ്ടാക്കാറുണ്ട്. തിങ്കളിനെ വിളിച്ച് ടോണി കാര്യം അന്വേഷിച്ചു. താൻ അത്തരത്തിലൊരു കുപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും TT എന്നതിൽ എഴുതിയിട്ടുണ്ട് എന്നും തിങ്കൾ പറഞ്ഞു.
വൈകാതെ വാലന്റൈൻസ് ഡേ വരികയാണ്. എങ്ങനെയെങ്കിലും കൈകേയുമായി ഒന്ന് പാച്ചപ്പ് ചെയ്യണം എന്ന് ടോണി തീരുമാനിച്ചു. കൈകേയുടെ കാറിൽ കയറിയിരുന്ന് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ ടോണി തീരുമാനിച്ചു. കാറിലെത്തിയ കൈകേയി അത് കണ്ട് ടോണിയോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷേ പെട്ടെന്നൊന്ന് സംഭവിച്ചു. ആ കാറിലേക്ക് മറ്റു രണ്ടുപേർ കടന്നു കയറി തോക്ക് ചൂണ്ടി ടോണിയെയും കൈകേയെയും ഭീഷണിപ്പെടുത്തി ഒരിടത്തേക്ക് അവരവരെ തട്ടിക്കൊണ്ടുപോയി. അവർ എത്തിച്ചേർന്നത് സഭാപതിയുടെ ഇടത്തായിരുന്നു. അർണോൾഡാണ് അവരെ പിടിച്ചുകൊണ്ടുവന്നത്. മീനിന്റെ കാര്യം ചോദിച്ച് മീനിന്റെ പുറകെ അന്വേഷിച്ചു നടന്ന ടോണിയെ അർണോൾഡ് മർദ്ദിക്കാൻ തുടങ്ങി. പക്ഷേ കാര്യമായ വിവരങ്ങൾ ടോണിക്കും അറിയില്ലല്ലോ. എനിക്കറിയില്ലെന്ന് പറഞ്ഞവൻ ഒഴിഞ്ഞു മാറി. പിന്നാലെയാണ് സഭാപതി അങ്ങോട്ടേക്ക് എത്തുന്നത്. സഭാപതിയെ കണ്ട് ഭയന്ന് അർണോൾഡ് മക്ബൂല ചതിച്ചതെന്നും അവന്റെ മോള് മിസ്സിംഗ എന്നും സഭാപതിയോട് പറഞ്ഞു. പിന്നാലെ ഇത് പിടിച്ച ഡിറ്റക്റ്റീവ്സ് ആണെന്നും ഇവരെയും സംശയമുണ്ട് എന്നും അർണോൾഡ് പറയുകയാണ്. ആ സമയത്താണ് ടിറ്റിയുടെ ഫോൺ കോൾ വരുന്നത്. നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ടോണിയെ തിങ്കൾ വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നത് അർണോൾഡാണ്. അത്രയും ആയതും അർണോൾഡ് കോൾ കട്ട് ചെയ്തു. അവർക്ക് മറ്റൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഒരു ബോട്ടിലിൽ ബോംബ് ഫിറ്റ് ചെയ്യാൻ തന്റെ കൂട്ടുകാരനോട് തിങ്കൾ അത് പറഞ്ഞേൽപ്പിച്ചിരുന്നു. പക്ഷേ കുപ്പി മാറി നിലവിൽ മീനുള്ള ആ കുപ്പിയിലാണ് കൂട്ടുകാരൻ ബോംബ് സെറ്റ് ചെയ്തത്. അത് മനസ്സിലാക്കിയതും തിങ്കൾ ടോണിയെ വിളിച്ചു. ആ കുപ്പി തുറക്കരുതെന്നും അതിനകത്ത് ബോംബാണ് എന്ന കാര്യവും തിങ്കൾ അവിടെ പറഞ്ഞു. അത് കേട്ടതും സഭാപതി ഞെട്ടുന്നുണ്ട്. പിന്നാലെ തിങ്കൾ പിടികൂടപ്പെട്ട് അവിടെ എത്തിക്കപ്പെട്ടു. അപ്പോഴാണ് കുപ്പിയിലുള്ളത് 30 കോടിയുടെ മീനാണ് എന്ന് തിങ്കൾ അറിയുന്നത്. എങ്കിയത് എങ്ങനെയെങ്കിലും കൈക്കലാക്കിക്കൂടെ എന്ന മട്ടിൽ തിങ്കൾ ചോദിച്ചപ്പോ ടോണിക്കൊരു കഴിവുമില്ലെന്ന മട്ടിൽ കൈകേയി പുച്ഛിച്ച് സംസാരിച്ചു. ടോണി അത് മൈൻഡ് ചെയ്യാതെ നിനക്ക് ആ കുപ്പി ഉണ്ടാക്കാൻ കൊട്ടേഷൻ തന്നവരെ അറിയാമോ എന്നും എന്തെങ്കിലും വിവരമുണ്ടോ എന്ന മട്ടിലും ടിറ്റിയോട് ടോണി ചോദിച്ചു. ആ കുപ്പി ഉണ്ടാക്കാൻ പറഞ്ഞവന്റെ ഫോട്ടോ കയ്യിലുണ്ട് എന്നായിരുന്നു തിങ്കളിന്റെ മറുപടി. ഫോട്ടോ എവിടെയെന്ന് ചോദിച്ചപ്പോ ഫോണിലാണെന്ന് തിങ്കൾ പറഞ്ഞു. ഫോണാണെങ്കിൽ അർണോൾഡും സംഘവും വാങ്ങി അവിടെ ടേബിൾ പുറത്തു വെച്ചിരിക്കുകയാണ്. അവരൊക്കെ പുറത്തേക്ക് പോയിരിക്കുന്ന സമയം ടോണി ഒട്ടും മടിച്ചില്ല. തന്റെ കയ്യിലെ വാച്ചിലുണ്ടായിരുന്ന ലൈറ്റർ ഓൺ ചെയ്ത് തീ കത്തിച്ച് കെട്ടിയിട്ടിരുന്ന കയർ മുറിച്ചു. പിന്നാലെ എടുത്തു ചാടി കയ്യിന്റെ ലോക്ക് അഴിച്ചു. ഇതൊക്കെ അതിശയത്തോടെ കൈകേയി നോക്കിക്കാണുന്നുണ്ട്. കുറച്ചു മുമ്പ് കൂടി നിന്റെ ലൈഫിൽ എന്തെങ്കിലും ഹീറോയിക് മൊമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് കൈകേയി അവനെ പുച്ഛിച്ചതാണല്ലോ. ഇപ്പോ അതാ ഒരു ഹീറോയിക് മൊമെന്റ്. ടോണി വേഗം തിങ്കളിന്റെ ഫോൺ എടുത്ത് അതിലുണ്ടായിരുന്ന ആ ഫോട്ടോ നോക്കി. അതിലുണ്ടായിരുന്ന ഫോട്ടോ ഷാജിയുടേതായിരുന്നു. പിന്നാലെ തിങ്കളെയും കൈകേയെയും രക്ഷിച്ച് പുറത്തു കടക്കാനുള്ള ശ്രമം അവർ ആരംഭിച്ചു. പക്ഷേ ശത്രുക്കളുടെ ഇടമാണല്ലോ. അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ വേണ്ടി വന്നു. ഒടുവിൽ ഒരു തരത്തിലായിരുന്നു കൈകേയും ടോണിയും രക്ഷപ്പെട്ടത്. തിങ്കൾ അവരുടെ കയ്യിൽപ്പെടുകയും ചെയ്തു. പോകുന്ന വഴിക്ക് നടന്ന കാര്യങ്ങളൊക്കെ കൈകേയിക്ക് ടോണി വിശദീകരിച്ചു കൊടുത്തു. ദിയ എന്ന കുട്ടിയെ കാണാതായതും അതിനെപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ ഷാജിയുടെ അടുത്ത് നിന്ന് നിൽക്കുന്നതും വരെ ഷാജിയുടെ ഫോട്ടോ കൈകേയും കണ്ടു. കൈകേയി പറഞ്ഞു, ഇത് അയാളല്ലേ ഇൻസ്റ്റഗ്രാം റീലൊക്കെ ചെയ്യുന്ന ആള്, മീശക്കാരൻ. ഇയാൾ എനിക്കും ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഞാൻ മറുപടി ഒന്നും കൊടുക്കാറില്ല. ടോണി അത് അവസരമായി കണ്ടു. ഇൻസ്റ്റയിൽ അയാൾക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു. മറുപടി കൊടുത്തതും ഷാജി അതിൽ കുത്തി. ഒടുവിൽ ഷാജിയുമായൊരു മീറ്റിംഗ് കൈകേയുടെ സഹായത്തോടെ ടോണി അറേഞ്ച് ചെയ്തു. മാളിൽ വെച്ചിട്ടായിരുന്നു അത്. കൈകേയ്ക്കൊപ്പം പർദ്ദയിട്ട് ടോണിയും അടുത്തിരുന്നു. ഈ സമയം ഇതേ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതേ മാളിലേക്ക് വേഷം മാറി പോലീസുകാരൻ രജത് മേനോനും എത്തിയിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. കൈകേയുടെ കൂടെയുള്ളത് പർദ്ദവേഷം ധരിച്ച ടോണിയാണെന്ന് കണ്ടതും ഭയന്ന ഷാജി അവിടെ നിന്ന് എഴുന്നേറ്റോടി. ഷാജിയെ പിടികൂടാൻ ടോണിയും പിന്നാലെ ഓടാൻ തുടങ്ങി. അവർ ഓടുന്നു കണ്ട് രജത്തും പിന്നാലെ കൂടി. വലിയ ചേസിംഗ് തന്നെ നടന്നു. ഒടുവിൽ ഷാജി ടോണിയുടെ പിടിയിലകപ്പെട്ടു. ആർക്കു വേണ്ടിയാണ് ഷാജി ആ പണിയെടുത്തതെന്ന് ചോദിച്ചപ്പോ യാക്കത്തലിയുടെ പേര് ഷാജു പറഞ്ഞു. ഷാജി മീൻ കടത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് പാളിപ്പോയി. മീൻ കടത്തി മംഗലാപുരത്തുള്ള യാക്കത്തിനായിരുന്നു ഷാജി അയക്കേണ്ടിയിരുന്നത്. സിൽവയെ കൊന്ന് മീൻ കൈവശപ്പെടുത്തിയ ശേഷം മീൻ മംഗലാപുരത്തേക്ക് അയക്കാൻ ഷാജി ഒരാളെ ഏർപ്പാടാക്കി. പക്ഷെ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് വന്നു. അതോടെ ആ മീൻകുപ്പി ടോൾ ബൂത്തിൽ ഏൽപ്പിച്ചു. അവരുടെ ആളിന്റെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചത്. കൃത്യം ആള് വരുമ്പോ മീൻ കൈമാറിയാൽ മതിയെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് മീൻകുപ്പി മാറിയത്. കോടികൾ വില വരുന്ന മീൻ കുട്ടിയുടെ കയ്യിലെത്തി. കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന തുപ്പലാം കുടിച്ച മീനാണ് മംഗലാപുരത്തേക്കുള്ള ട്രക്കിൽ കൊടുക്കപ്പെട്ട് യാക്കത്തലിയുടെ കൈകളിലെത്തിയത്. അത് തിരഞ്ഞ് യാക്കത്തലി കൊച്ചിയിലെത്തി ഷാജിയെ പിടികൂടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. നടന്ന കാര്യങ്ങൾ ഷാജി യാക്കത്തിനോട് പറഞ്ഞു. ആ സമയമാണ് യാക്കത്തിന്റെയും ബോസ് വിളിക്കുന്നത്. 30 കോടിയുടെ മീനിന്റെ വിവരം യാക്കത്തിന് ഒറ്റിക്കൊടുത്തത്
ആ മനുഷ്യനായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ മീൻ കണ്ടെത്തി കയ്യിലെത്തിക്കണം എന്ന് അയാൾ പറഞ്ഞു. ആ 10 ദിവസം കാലാവധി ഷാജിക്കും കൊടുക്കപ്പെട്ടു. അത്രയും വിവരങ്ങൾ ഷാജിയിൽ നിന്ന് ടോണിക്ക് കിട്ടി. യാക്കത്തലി എവിടെയുണ്ട് എന്ന ടോണിയുടെ ചോദ്യത്തിന് അടുത്ത ദിവസം ഗോൾഫ് ക്ലബിൽ വരുന്നുണ്ട് എന്നായിരുന്നു ഷാജിയുടെ മറുപടി. അവിടേക്ക് എത്തിയിരുന്ന രജത്തും ഇതൊക്കെ കേട്ടിരുന്നു. അടുത്ത ദിവസം ഗോൾഫ് ക്ലബിൽ ഒരു ബഗ്ഗൊക്കെ വെച്ച് യാക്കത്തലിയുടെ സംസാരം ടോണി കേട്ടു. അതിൽ നിന്ന് ടോണി ഒരു കാര്യം മനസ്സിലാക്കി. ഈ ഡീൽ നടത്തിയിരിക്കുന്നത് പീറ്റർ സാമ്പായി ആണ്. പീറ്റർ മുണ്ടക് സെമ്പായ് മെക്സിക്കോ നഗരം വിട്ടോടിയ അതേ അണ്ടർവേൾഡ് ഡോൺ, ടോണിയുടെ അച്ഛൻ എഴുതിയ സേമ്പായുടെ തിരോധാനം എന്ന ആ കഥയിലെ നായകൻ. അയാളിപ്പോൾ കൊച്ചിയിലുണ്ട്. ടോണി തിരിച്ചറിഞ്ഞു. അവിടെ വേഷപ്രച്ഛന്നനായി തീരുന്ന രജത്വം ആ വിവരം അറിഞ്ഞിരുന്നു. രജത്ത് അന്ന് തന്നെ പീറ്റർ സാമ്പായുടെ കാര്യം പത്രക്കാരോട് പറഞ്ഞ് പുറത്തുവിട്ടു. സ്മഗ്ലിങ്ങിന് പിന്നിൽ പീറ്റർ സാമ്പായാണെന്ന് പറഞ്ഞു. ഇതേസമയം മറുവശത്ത് അച്ഛന്റെ ഫയൽ ശേഖരത്തിനുള്ളിൽ പീറ്റർ സാമ്പായെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ടോണിയും സനൂപും തപ്പുകയായിരുന്നു. അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അവരെ താഴേക്കിറങ്ങി വന്നപ്പോഴാണ് കൃത്യസമയം ടോണിയുടെ അച്ഛൻ കയറി വരുന്നത്. എന്തായാലും അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ പീറ്റർ സാമ്പായി കൊച്ചിയിലുള്ള കാര്യം അച്ഛനോട് ടോണി വെളിപ്പെടുത്തി. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ ടോണിയുടെ അച്ഛൻ ജോസ് അലൂല വിരണ്ടിരുന്നു. പീറ്റർ സാമ്പായെ കണ്ടിട്ടുള്ള, അയാളുടെ ഫോട്ടോ എടുത്തിട്ടുള്ള, ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഈ ജോസ് അലൂല ാണല്ലോ. അതുകൊണ്ട് പീറ്റർ സാമ്പായി തന്നെ കൊല്ലാൻ വരും എന്ന് ജോസ് അലൂല ഭയന്നിരുന്നു. സാമ്പായുടെ കേസ് അന്വേഷിക്കുന്നത് ടോണിയാണെന്ന് സനൂപ് കൂടി പറഞ്ഞതോടെ സനൂപിനെയും ടോണിയെയും ജോസ് പിടിച്ച് വീടിന് പുറത്താക്കി. പിന്നാലെ തന്റെ മുറിയിൽ കടന്ന് ഒളിച്ചുവെച്ച ഫയൽ എടുത്തു. അതിൽ സാമ്പായുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ടോണി പകർത്തിയ സാമ്പായുടെ ഒരേ ഒരു ചിത്രം. ആ ചിത്രം വെളിപ്പെട്ടു. പീറ്റർ സാമ്പായി യാഥാർത്ഥ്യത്തിൽ ഭാര്യയുടെ അടിമയെപ്പോലെ ജീവിക്കുന്ന, പുറം ലോകത്തിനു മുമ്പിൽ പേടിത്തൊണ്ടനായി കാണപ്പെടുന്ന ദിൽരാജ് ആയിരുന്നു. ടിവിയിൽ തന്നെപ്പറ്റി വരുന്ന വാർത്തകൾ ദിൽരാജ് എന്ന സാമ്പായി കണ്ടു. അതോടെ വാതിലടച്ച് അടുക്കളയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ടെക്നിക്കൽ ഡിവൈസ് ഓണാക്കി തന്റെ ആളായ മുസ്തഫയോട് അന്ന് കാണണമെന്ന് സാമ്പായി ആവശ്യപ്പെട്ടു. വൈകാതെ യാക്കത്തും സംഘവും കൂടി അതേ ഫ്ളാറ്റിലേക്ക് എത്തിച്ചേർന്നു. സാമ്പായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യാക്കത്തും സംഘവും മീൻ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ മറ്റൊന്നുകൂടി ഉണ്ടായി. ചാനൽ പ്രവർത്തകർ കുട്ടിയുടെ മിസ്സിംഗ് കേസിനെ പറ്റി രജത് മേനോനോട് ചോദിച്ചു. രജത്താകട്ടെ അത് ടോണിക്ക് പണി കൊടുക്കാൻ ടോണിയുടെ തലയിലിട്ടു. അന്ന് കൈകയുടെ അച്ഛനെ കാണാൻ വേണ്ടി രജത്ത് കൈകയുടെ ഫ്ളാറ്റിലേക്ക് പോയിരുന്നു. നമ്പർ മാറി 10B-യിലാണ് ആദ്യം പോയി അയാൾ കോളിംഗ് ബെൽ മുടക്കിയത്. പിന്നാലെ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ ആ സമയം ദിൽരാജ് എന്ന സാമ്പയും യാക്കത്തലിയും സംഘവുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രജത്തിന് അവരെയൊന്നും മനസ്സിലായതേയില്ല. ടോണിയാണെങ്കിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ മുങ്ങി നടക്കുകയായിരുന്നു. ടോണി അങ്ങനെ തന്റെ ഡിറ്റക്റ്റീവ് ഓഫീസിനടുത്തുള്ള ജോത്സ്യന്റെ അടുത്ത് എത്തപ്പെട്ടു. ജോത്സ്യൻ ഊടായ്പ വല്ലതുമാണോ എന്ന മട്ടിൽ ടോണിയോട് ചോദിച്ചപ്പോ ടോണി അതുവരെ ഉണ്ടായ കാര്യങ്ങൾ ജോത്സ്യനോട് വിശദീകരിച്ചു. ബ്രൂണി സുൽത്താൻ 30 കോടി വില വരുന്ന മീനുകൾ തന്റെ ബാംഗ്ലൂരിലുള്ള കാമുകിക്കായി കൊടുത്തയച്ചു. കള്ളക്കടത്താണ് നടക്കുന്നത്. സഭാപതിയായിരുന്നു ആ കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നത്. സഭാപതിയുടെ ആളുകളാണ് മക്ബൂലും സിൽവയും. പക്ഷേ ഈ പ്ലാൻ നടക്കുന്നതിനിടയിൽ ഷാജി എന്നൊരു വ്യക്തി ആക്രമണം നടത്തി. മീൻ ഷാജിയുടെ പക്കലെത്തി. പിന്നീട് നടന്ന തെറ്റിദ്ധാരണകളുടെ പേരിൽ മീൻ ഡി എന്നു പേരുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ചെന്നു. ഷാജിക്ക് നിർദ്ദേശം കൊടുത്തത് യാക്കത്തലി എന്ന പേരുള്ള മറ്റൊരു ക്രിമിനലാണ്. യാക്കത്തലിക്ക് വിവരം കൊടുത്തതാകട്ടെ പീറ്റർ സേമ്പായ് എന്ന അധോലോക നായകനും. അങ്ങനെ ജോൽസിനുമായി കുറെ സംസാരിച്ചിരുന്നപ്പോ ടോണിക്കൊരു സംശയം തോന്നി. സിൽവയുടെ മൃതദേഹം കിട്ടുന്നത്, സിൽവ കൊല്ലപ്പെടുന്നത് ആലുവ മൂന്നാർ റൂട്ടിലാണ്. സഭാപതിയുടെ ഗോഡൌൺ തൃപ്പൂണിത്തുറയിലും. അങ്ങനാണെങ്കിൽ സിൽവയ്ക്ക് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അതിന് സിൽവയുടെ കോൾ ലിസ്റ്റ് കിട്ടണം. പോലീസിലുള്ള തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ടോണി ആ കോൾ ലിസ്റ്റ് സംഘടിപ്പിച്ചു. പോലീസ് ടോണിയെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ടോണി പോലീസിന്റെ പിടിയിൽപ്പെടാതെ മുങ്ങി നടക്കുകയായിരുന്നു. കോൾ ലിസ്റ്റൊക്കെ പരിശോധിച്ചപ്പോ ടോണിക്കൊരു കാര്യം മനസ്സിലായി. സിൽവ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ വ്യക്തി ഏറെക്കുറെ അതേ സമയത്തും അത് കഴിഞ്ഞും 2 നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ 2 നമ്പറും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ആ 3 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് ഓണായാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടും. തന്റെ ടെക്നോളജി ഡിവൈസ് ഉപയോഗിച്ച് ആ 3 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് ആക്റ്റീവ് ആയാൽ തനിക്ക് അലാം കിട്ടുന്ന രീതിയിൽ ടോണി സെറ്റ് ചെയ്തു വെച്ചു. നമ്പർ എവിടെ ഉണ്ടെന്നറിയാൻ മറ്റെന്ത് വഴിയാണുള്ളത് ടോണി ആലോചിച്ചു. ഒടുവിൽ ഒരു ഐഡിയ കിട്ടി. ഫുഡ് ഡെലിവറി ആപ്പായ ഗ്രാബിറ്റിൽ ആ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് വെച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ് കിട്ടും. ഗ്രാബിറ്റിലാണ് സനൂപിന്റെ ഗേൾഫ്രണ്ട് വർക്ക് ചെയ്യുന്നത്. ആ വഴിക്ക് ടോണി ഒന്ന് ശ്രമിച്ചു. അതുവഴി ഒരു അഡ്രസ്സും കിട്ടി. കൈകയുടെ അപ്പാർട്ട്മെന്റായ എൽഡോറാഡോയാണ് അതിൽ അഡ്രസ് കിട്ടിയത്. ഇതേസമയം മറുവശത്ത് ദിൽരാജ് എന്ന സാമ്പായ് ഭാര്യയിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിൽ അവിടുത്തെ സെക്യൂരിറ്റിയായി ജോലി നോക്കുന്ന മുസ്തഫ എന്ന തന്റെ കയ്യാളുമായി സാമ്പ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്.
4 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലേക്ക് രക്ഷപ്പെട്ടെത്തി അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സാമ്പായി മറ്റു വഴിയില്ലാതെ ആ വിവാഹം ചെയ്യുന്നത്. സാമ്പായുടെ ഫോട്ടോ പകർത്തിയ ജോസ് അലൂലയെ കണ്ടെത്തലായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യമെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ജോസിനെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് സാമ്പായി വിവാഹം കഴിച്ചത്. ദിൽരാജായി ഒതുങ്ങിക്കൂടി ജീവിക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ ഭാര്യ പീഡനത്തിൽ ഉരുകി ജീവിക്കുകയാണ് അയാൾ. സാമ്പായി മുസ്തഫയുമായി സംസാരിച്ചു. ചില കാര്യങ്ങൾ വെളിപ്പെട്ടു. ഈ ഡീല് ചോർത്തിക്കൊടുത്തതിൽ സാമ്പായുടെ തന്നെ ലക്ഷ്യം അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എങ്ങനെയെങ്കിലും മെക്സിക്കോയിലേക്ക് തിരികെ കടക്കുക എന്നതായിരുന്നു. പക്ഷെ അതെല്ലാം പാളിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വീട്ടിലെ കണ്ണൻ എന്ന വളർത്തുനായ സാമ്പായ്ക്ക് വലിയ തലവേദനയാണ്. അതിനെ ഒഴിവാക്കാൻ മുസ്തഫയോട് സാമ്പായി നിർദ്ദേശിച്ചു. രാത്രിയിൽ ആ പട്ടിയെ കെട്ടി ഡോറിനടുത്ത് കൊണ്ടുവന്നു വെച്ചാൽ മതി, തങ്ങൾ ഡീല് ചെയ്തോളാം എന്ന് മുസ്തഫ പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ പട്ടിയെ ചാക്കിൽ കെട്ടി സാമ്പായി ഡോറിനടുത്ത് കൊണ്ടുവച്ചു. ഇതേ സമയം പാർക്കിംഗ് ലോട്ടിൽ ഷാജിയെ പിടികൂടി യാക്കത്തലയുടെ ആളുകൾ എത്തിയിരുന്നു. പുറത്താകട്ടെ കൈകയുടെ ഫ്ളാറ്റിന്റെ അഡ്രസ് കിട്ടിയിരുന്ന ടോണി സനൂപിനെയും കൂട്ടിക്കൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ എത്തിച്ചേർന്നു. ഒരു തരത്തിൽ ഫ്ളാറ്റിനകത്തേക്ക് അവൻ കടന്നു കയറി. കൈകയെ കണ്ട് ഞാൻ തന്ന അഡ്രസ് നീ അന്വേഷിച്ചോ, അവിടെ പെൺകുട്ടികളുണ്ടോ എന്ന കാര്യം ടോണി ചോദിച്ചു. കൈകയെ പറഞ്ഞു, ഇവിടെ എയർബിഎൻബി കൊടുക്കുന്ന 2 ഫ്ളാറ്റേ ഉള്ളൂ, 10B-യും 5B-യും. അവിടെ നോക്കിയാൽ മതിയാകും. ആദ്യം ടോണി പോയത് 5B-യിലേക്കായിരുന്നു. പുറത്തുനിന്ന് അകത്തെ കാര്യങ്ങൾ ടോണി ശ്രദ്ധിച്ചു. ആ ഫ്ളാറ്റിനകത്തായിരുന്നു യാക്കത്തലി ഉണ്ടായിരുന്നത്. യാക്കത്തലി ഷാജിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മീൻ കൈമാറുമ്പോ നീ എവിടെയാണെന്ന് ചോദിച്ചു. ചിറ്റയുടെ മോൾക്ക് പനിയായതുകൊണ്ട് താൻ ആശുപത്രിയിലായിരുന്നു എന്നായിരുന്നു ഷാജി മറുപടി പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഷാജി എന്ന മറ്റൊരു പെണ്ണിന്റെ കൂടെയായിരുന്നു. മീൻ കൈമാറാനുള്ള ഡ്യൂട്ടി അവിടുത്തെ 2 ലോക്കൽ ഗുണ്ടകളെയായിരുന്നു ഷാജി വിളിച്ചേൽപ്പിച്ചത്. ആദ്യം അവർ മറ്റൊരു ടാസ്ക് ഉണ്ട്, അതുകൊണ്ട് ഇത് ഏക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തിരികെ വിളിച്ച് ആ ഡ്യൂട്ടി കൂടി ഏറ്റെടുത്തു. അവരായിരുന്നു ടോളിൽ നിന്ന് മീൻ വാങ്ങി മംഗലാപുരം ട്രക്കിൽ കൊടുത്തുവിട്ടത്. പക്ഷേ ടോൾ ബൂത്തിൽ വെച്ച് മീൻ കുപ്പി മാറിപ്പോയല്ലോ. ഏതു മീനാണെന്ന കാര്യം അവന്മാർക്ക് അറിവേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാറിപ്പോയതായിരുന്നു അത്. പുറത്തുനിന്ന് ഒക്കെ കേട്ട് ടോണി ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതേ ഫ്ളാറ്റിലെ 10B-യിലുള്ളത് അവന്മാരായിരിക്കും. അവന്മാരുടെ കൂട്ടത്തിൽ കുട്ടിയും കാണും. 10B-യിലെത്തി വാതിലിൽ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല. അതോടെ ഗ്രാബിറ്റിൽ അവൻ തന്നെ 10B-യിലേക്ക് ഒരു ഡിഷ് ഓർഡർ ചെയ്തു. ഗ്രാബിറ്റിൽ പ്രത്യേകം നോട്ടും എഴുതി. 10B-യിൽ തട്ടിയിട്ട് അത് തുറന്നില്ലെങ്കിൽ 5B-യിൽ തട്ടുക. ഗ്രാബിറ്റ് ഡെലിവറി ബോയ് 10B-യിലെത്തി 10B-യിൽ തട്ടി. വാതിൽ തുറക്കപ്പെട്ടില്ല. താഴേക്കിറങ്ങി 5B-യിൽ തട്ടാൻ പോയി. ആ സമയത്തേക്ക് ഫ്ളാറ്റിലെ ലൈറ്റ് സനൂപ് ഓഫ് ചെയ്തിരുന്നു. ഗ്രാബിറ്റ് ഡെലിവറി ബോയ് 5B-യിലെത്തി വാതിലിൽ തട്ടി. യാക്കത്തലിയും സംഘവും വാതിൽ തുറന്നു. ഇതേ സമയം 10B-യിൽ ഒളിച്ചു താമസിച്ചിരുന്ന ആ ഗുണ്ടകൾ കുട്ടിയുമായി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. കുട്ടിയുടെ കയ്യിൽ മീനുമുണ്ട്. അവർ ചെന്നുപെട്ടതോ യാക്കത്തലിയുടെ മുമ്പിലും. ഷാജിയുടെ ഫോണിൽ ആ ഗുണ്ടകളുടെ ഫോട്ടോ കണ്ടിരുന്ന യാക്കത്ത് അവരെ പിടികൂടാൻ തന്റെ ആളുകളോട് അലറി. അത് കേട്ടതും ആ ഗുണ്ടകൾ പേടിച്ചിറങ്ങിയോടി. യാക്കത്തിന്റെ ആളുകൾ അവന്റെ പിന്നാലെ. ഇതേ സമയം കുട്ടി മീനുമായി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയിരുന്നു. ടോണി കുട്ടിയെ കണ്ട് പിന്നാലെ ചെല്ലാൻ തുടങ്ങി. പാർക്കിങ്ങിലെത്തിയ ആ കുട്ടി കണ്ണനെ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ട് കണ്ണനെ തുറന്നു വിട്ടു. പിന്നലെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ടോണി അത് നോക്കിക്കണ്ടിരുന്നു. ഫ്ളാറ്റിനെ പുറത്തേക്കിറങ്ങി ടോണി കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയം അവന്റെ അടുത്തൊരു കാർ വന്ന് നിർത്തി. കാറിലുണ്ടായിരുന്നവർ ടോണിയെ ആക്രമിച്ചു. ടോണി ആദ്യം തിരികെ അടിച്ചെങ്കിലും ഒടുവിൽ അടികൊണ്ട് താഴെ വീണു. അവനെ ആക്രമിച്ചത് മക്ബൂലും സുഹൃത്തുമായിരുന്നു. ഇതേ സമയം ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ സീരിയൽ കില്ലർ അതേ സ്ഥലത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. അയാൾ ദിയയുടെ അടുത്തു ചെന്നുപെട്ടു. ദിയയെയും കൂടെയുണ്ടായിരുന്ന കണ്ണൻ എന്ന നായയെയും അയാൾ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ടോണിയെ പിടിച്ചുകൊണ്ടുപോയ മക്ബൂലും കൂട്ടുകാരനും മർദ്ദിച്ച് ദിയെ എവിടെയെന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. രജത്ത് ടോണിയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ബേസ് ചെയ്തിട്ടായിരുന്നു മർദ്ദനം, താനല്ല തട്ടിക്കൊണ്ടുപോയത് എന്ന് ടോണി പറഞ്ഞെങ്കിലും മക്ബൂൽ അത് ചെവികൊണ്ടില്ല. അപ്പോഴാണ് മറുവശത്ത് കുട്ടിയെ കാണാതെ ഗുണ്ടകൾ ഫോൺ ഓണാക്കി ആരെയോ വിളിക്കാൻ തുടങ്ങിയത്. അവരുടെ ഫോൺ ഓണായതും ടോണിയുടെ ഫോണിൽ അലേർട്ട് അടിച്ചു. ടോണി അതോടെ ആക്റ്റീവായി മക്ബൂലിനെ തിരിച്ചടിച്ചിട്ട് എന്റെ ജീവനുണ്ടെങ്കിൽ കുട്ടിയെ താൻ രക്ഷിച്ചുകൊണ്ടുവരും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുകയാണ്. ടോണി പിന്നാലെ ആ ഗുണ്ടകളെ തിരികെ വിളിച്ചു. ഒടുവിൽ അവരെ നേരിട്ട് കാണാനായി. അവരോട് ടോണി കാര്യങ്ങൾ സംസാരിച്ചു. അവന്മാര് വെറും സാധുക്കളായിരുന്നു. നീണ്ടകരയിലെ മീൻ പിടിച്ച് നടന്നവന്മാർ യഥാർത്ഥ ഗുണ്ടകളൊന്നുമല്ല. KGF കണ്ട് അതിന്റെ ഫാനായി അണ്ടർവേൾഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചെന്നവർ. അങ്ങനെയിരിക്കെ അവർക്ക് ഫോണിൽ 2 പേർക്ക് കിട്ടി. ആദ്യത്തെ വർക്ക് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവലായിരുന്നു. വിളിച്ചത് ആരാണെന്ന് കൃത്യമായി അറിയില്ല. രണ്ടാമത്തേത് ഷാജി എന്ന ആളേൽപ്പിച്ച് മീൻ വാങ്ങി ഒരു ട്രക്കിൽ കൊടുക്കുന്ന ജോലി. അത് ഞങ്ങൾ പൂർത്തിയാക്കി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോരുകയും ചെയ്തു. ഞങ്ങൾ ഒളിച്ചു താമസിച്ച ഫ്ളാറ്റ് ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നതും ഞങ്ങളോട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോരാൻ പറഞ്ഞ അതേ മനുഷ്യനാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കാണിച്ചും ഓരോ തരത്തിലും ദിയമോളെ അവിടെ പിടിച്ചു നിർത്തി. പക്ഷെ ദിവസം കഴിഞ്ഞിട്ടും
ഒരു നിർദ്ദേശവും കിട്ടാതായപ്പോ ഞങ്ങളിത് വിടാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഡോറിന്റെ മുമ്പിൽ പോലീസും വന്നു. അതോടെ ഞങ്ങൾക്ക് പേടിയായി. അതോടെ ഞങ്ങളെ കൊട്ടേഷൻ ഏൽപ്പിച്ച വ്യക്തിയെ വിളിച്ച് ഞങ്ങൾ ഒഴിയാണെന്ന് പറഞ്ഞു. കുട്ടിയെ മറ്റൊരാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങളോട് പൊക്കോളാനായിരുന്നു അയാൾ പറഞ്ഞത്. അങ്ങനെ രാത്രി കുട്ടിയുമായി പുറത്തേക്കിറങ്ങിയപ്പോഴാ ബാക്കിയൊക്കെ സംഭവിച്ചത്. കുട്ടി മിസ്സിംഗ് ആയത്. ടോണിക്ക് വല്ലാത്ത നിരാശ തോന്നി. കൺമുമ്പിലുണ്ടായിരുന്നിട്ടും കുട്ടിയെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. അക്കാര്യം കൈകേയുമായി അവൻ സംസാരിച്ചു നിൽക്കെ ഫ്ളാറ്റിലെ പ്രശ്നങ്ങൾ കൈകേയും പറഞ്ഞു. കണ്ണൻ എന്ന നായയും മിസ്സായതിനെ തുടർന്ന് ഫ്ളാറ്റിൽ വലിയ ബഹളം തന്നെയാണത്രേ. അപ്പോഴാണ് ടോണി ചിന്തിച്ചത്, അന്ന് ദിയ പുറത്തേക്ക് പോയപ്പോ കണ്ണൻ എന്ന ആ നായയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നായ ദിയയുടെ കൂടെ തന്നെ കാണും. അന്ന് കണ്ണനെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ചപ്പോ കണ്ണന്റെ കഴുത്തിൽ ടോണി ഒരു GPS ട്രാക്കർ ഇട്ടിരുന്നു. അത് ട്രാക്ക് ചെയ്താൽ കണ്ണൻ എവിടുണ്ടെന്നറിയാം. തന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെത്തി ടോണി കണ്ണനെ ട്രാക്ക് ചെയ്തു. കിട്ടിയിടത്തേക്ക് പുറപ്പെട്ടു ചെന്നു. അത് ആ വർക്ക്ഷോപ്പായിരുന്നു. സീരിയൽ കില്ലർ താമസിക്കുന്ന വർക്ക്ഷോപ്പ്. ടോണി അകത്തേക്ക് കയറാൻ നേരം സീരിയൽ കില്ലറിനോട് മറ്റാരോ സംസാരിക്കുന്നുണ്ട്. സീരിയൽ കില്ലറിന് നായകളെ ഒരുപാട് ഇഷ്ടമാണ്. കണ്ണനെ താലോലിച്ചിരിക്കുകയായിരുന്നു അവൻ. സംസാരിക്കുന്ന വ്യക്തി പറഞ്ഞു, നിന്റെ ഈ പട്ടി സ്നേഹം കാരണം എപ്പോഴാ പോലീസ് വരുന്നതെന്നറിയില്ല. നീ ആ കുട്ടിയെ രാത്രി തട്ടിയേക്ക്, ഞാൻ പോയിട്ട് വരാം. അയാൾ ഇറങ്ങി വന്നത് ടോണിയുടെ മുമ്പിലേക്കായിരുന്നു. അതാകട്ടെ അർണോൾഡും. അപ്പോഴാണ് വ്യക്തമാകുന്നത് സിൽവയുമായി കള്ളക്കടത്ത് വസ്തു, അതായത് മീൻ, മൂന്നാറിലേക്ക് കടത്താൻ ശ്രമിച്ചത് അർണോൾഡ് ആയിരുന്നു. സിൽവയെ വിളിച്ച അജ്ഞാതൻ അർണോൾഡാണ് ഗുണ്ടകൾ വിളിച്ച് മീനിനെ പറ്റി മക്ബൂലിന് വല്ല വിവരവും കാണും എന്ന് ചിന്തിച്ച് മക്ബൂലിന്റെ മകളെ തട്ടിക്കൊണ്ടുപോവാൻ പറഞ്ഞതും. ഇതേസമയം മറുവശത്ത് പീറ്റർ ബുണ്ടാക് സാംബായുടെ അടുക്കൽ ടോണി ഫിഷ് ഡീലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്ന് വിവരമെത്തി. സാംബായും മിഷനായി ഇറങ്ങിത്തിരിച്ചു. കൈകേയിയെ തട്ടിക്കൊണ്ടുപോയി കൈകേയെ ബന്ദിയാക്കി ഭീഷണിപ്പെടുത്തി ടോണിയെ വിളിച്ചു വരുത്തലായിരുന്നു സാംബായുടെ ലക്ഷ്യം. മറുവശത്ത് ടോണിയും അർണോൾഡും സീരിയൽ കില്ലറും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. സീരിയൽ കില്ലറെയും അർണോൾഡിനെയും ടോണി അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും ടോണി വിളിച്ചിട്ട് ഗുണ്ടകളും വന്നു. കുട്ടിയെ അവരോട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ടോണി ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് ടോണിക്ക് കൈകയിൽ നിന്ന് കോൾ വരുന്നത്. ഗേൾഫ്രണ്ട് വേണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് മീനുമായി വരാനായിരുന്നു സാംബായിക്ക് വേണ്ടി യാക്ക തലി പറഞ്ഞത്. കൂട്ടത്തിൽ മറ്റൊന്നുകൂടി നടന്നു. കുട്ടിയെ വീട്ടിലെത്തിക്കാൻ പോയ ഗുണ്ടകളുടെ അടുത്തു നിന്നും സഭാപതിയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി. മീനുമായി ചെന്നില്ലെങ്കിൽ കുട്ടിയെ കൊല്ലും എന്നാണ് അവർ പറയുന്നത്. ഒടുവിൽ ടോണി ഒരു കാര്യം തീരുമാനിച്ചു. രണ്ടു കൂട്ടരെയും ഒരിടത്ത് കൊണ്ടുവരിക. യാക്കത്തലി അയച്ചു കൊടുത്ത ലൊക്കേഷൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് സഭാപതിക്ക് ടോണി അയച്ചു. പിന്നാലെ മീനുമായി ടോണിയും സനൂപും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒരു ആക്രമണം നടത്താൻ സീരിയൽ കില്ലറുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ പട്ടിക്കൂട്ടങ്ങളും ടോണിക്കൊപ്പമുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ വലിയൊരു കലാപാന്തരീക്ഷം ഉടലെടുത്തു. മൊത്തത്തിലൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം, പരസ്പരമുള്ള ഏറ്റുമുട്ടൽ. ഇതിനിടയിൽ മീൻ കരസ്ഥമാക്കാനുള്ള ഓരോരുത്തരുടെയും ശ്രമങ്ങൾ. അതൊരു പാർക്കായിരുന്നു. സ്മഗ്ലിങ്ങിനെ പറ്റി അന്വേഷിച്ച് SI രജത്തും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമിനിടയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച സാംബായ് കൃത്യമായി ചെന്നുപെട്ടതാകട്ടെ ജോസ് അലൂലയുടെ മുമ്പിലും. ജോസ് അലൂലയുമായി വണ്ടിയിൽ സാംബായ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പക്ഷേ സാംബായ് എന്ന് തെറ്റിദ്ധരിച്ച് രജത്ത് മറ്റൊരാളെ അറസ്റ്റ് ചെയ്തു. പോരാത്തതിന് വിലപിടിപ്പുള്ള മീനെന്ന പേരിൽ അവൻ പിടിച്ചെടുത്തതാകട്ടെ മംഗലാപുരത്തിന് കൊടുത്തയച്ച ആ നാടൻ മീനുകളായിരുന്നു. ടോണി കുട്ടിയെയും കൈകയെയും രക്ഷപ്പെടുത്തി. നാളുകൾ കഴിഞ്ഞു. സാംബായുടെ തിരോധാനം എന്ന പുസ്തകം പൂർത്തിയാക്കി ജോസ് പുറത്തിറക്കി. അന്ന് ജോസിനെ കൈകാര്യം ചെയ്ത് ജോസ് വെറും പാവമാണെന്ന് മനസ്സിലാക്കി സാംബായ് വിട്ടയച്ചിരുന്നു. 30 കോടി വില വരുന്ന മീനിനെ പറ്റി മാത്രം ആർക്കും ഒരു വിവരവും കിട്ടിയില്ല. ബാക്കി ക്രിമിനൽസൊക്കെ പോലീസിന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്തു. പക്ഷെ ആ മീനുകൾ കൃത്യമായി ടോണിയുടെ കൈവശം തന്നെയുണ്ടായിരുന്നു. തന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിക്കകത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഒരിടത്ത് ടോണി ആ മീനുകളെ വളർത്തി. മുട്ടയിട്ട് അത് പെരുകി. അതിൽ നിന്ന് ഓരോ പെയർ മീനിനെ മക്ബൂലിന്റെ കുടുംബത്തിലേക്കും ടോണിയെ സഹായിച്ച ഗുണ്ടകൾക്കും ടോണി കൊടുത്തു വിട്ടു. ഇന്ന് ടോണിയുടെ പക്കൽ 300 കോടി വില വരുന്ന മീനുണ്ട്. ആ കേസ് ടോണിയെ ഒരു കോടീശ്വരനാക്കി മാറ്റി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.